Dear students, welcome to Learner's World. In this video, I'm going to talk about previous year question paper analysis, November 2025, FIUGP, semester 3, Commerce and Management, Calicut University. 3 sections ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. മാക്സിമം ടൈം എന്ന് പറയുന്നത് 1.5 hours ആണ്. മാക്സിമം മാർക്സ് 50 ആണ്. സെക്ഷൻ എ എന്ന് പറയുന്നത് 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാനുള്ളതാണ്. 2 മാർക്കാണ് കിട്ടുന്നത്. സീലിംഗ് 16 ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. ഏകദേശം ഒരു 100 വേർഡ്സിന് എഴുതാനുള്ള ഒരു ഷോർട്ട് എസ്സേ എന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ 6 മാർക്കാണ് കിട്ടുന്നത്. സീലിംഗ് 24 ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ആൻസർ എനി വൺ, 2 എസ്സേ ക്വസ്റ്റ്യൻ, ലോങ് എസ്സേ കൊടുത്തിട്ടുണ്ടാകും, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 10 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്ഷൻ എയിൽ 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാനുള്ളതാണ്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ഹൗ ഡു ദ വിമൻസ് ആക്ഷൻസ് അറ്റ് ദ എൻഡ് ഷോ ദെയർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ. അപ്പോൾ ഇത് നമ്മുടെ ബുക്കിലുള്ള ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ ബൈ അനുരാഗ് കശ്യപ്, ആ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ചോദ്യം ഇതാണ്: ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിൽ അതിൻ്റെ അവസാനം സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ അവരുടെ മാറ്റത്തെ എങ്ങനെ കാണിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. At the end, the women stop being passive victims of harassment and courageously confront the harasser together. Their actions show a transformation from fear and silence to confidence, unity and empowerment. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകൾ പീഡനത്തിൻ്റെ നിശബ്ദ ഇരകളായി തുടരാതെ ഒന്നിച്ചു ചേർന്ന് പീഡിപ്പിക്കുന്നയാളെ ധൈര്യത്തോടെ നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവരുടെ ഈ പ്രവർത്തനം ഭയത്തിലും നിശബ്ദതയിൽ നിന്ന് വിശ്വാസത്തിലേക്കും ഐക്യത്തിലേക്കും ശാക്തീകരണത്തിലേക്കും ഉണ്ടായ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം: ഇൻ്റർപ്രറ്റ് നെഹ്റൂസ് ഐഡിയ ഓഫ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇത് എടുത്തിട്ടുള്ളത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള നെഹ്റുവിൻ്റെ വർക്കിൽ നിന്നാണ്. ചോദ്യം: നെഹ്റുവിൻ്റെ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ആശയം വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെഹ്റുസ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി റെഫേഴ്സ് ടു ഇന്ത്യസ് ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ബിൽഡിംഗ് എ ഫ്രീ ഡെമോക്രാറ്റിക് ആൻഡ് പ്രോസ്പെറസ് നേഷൻ. അപ്പോൾ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര ലബ്ധിയുടെ ചരിത്രപ്രധാനമായ നിമിഷത്തെയും സ്വാതന്ത്ര്യവും ജനാധിപത്യ പരവും സമൃദ്ധവുമായിട്ടുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: ഹൗ ഡു ദ ഗിൽറ്റ് റെപ്രസെൻറ്റ് ഹെറിറ്റേജ് ആൻഡ് ഐഡൻറ്റിറ്റി ഇൻ വാക്കേഴ്സ് എവരിഡേ യൂസ്. ഇത് എവരിഡേ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആലിസ് വാക്കറുടെ വർക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ആലിസ് വാക്കറുടെ എവരിഡേ യൂസ് എന്ന കഥയിൽ ക്വിൽറ്റ് എന്ന് പറയുന്നത് പുതപ്പുകളാണ്. അത് പാരമ്പര്യത്തെയും അതായത് ഹെറിറ്റേജിനെയും ഐഡൻറ്റിറ്റി വ്യക്തിത്വയൊക്കെ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ ഗിൽറ്റ്സ് എന്ന് പറഞ്ഞാൽ പുതപ്പുകൾ സിംബലൈസ് ഫാമിലി ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ദ ട്രഡീഷൻസ് പാസ് ഡൗൺ ത്രൂ ജനറേഷൻസ്. ദ റെപ്രസെൻറ്റ് ദ ഫാമിലീസ് ഐഡൻറ്റിറ്റി ആൻഡ് കണക്ഷൻ ടു ദെയർ ആൻസസ്റ്റേഴ്സ്. അപ്പോൾ ഈ പുതപ്പുകൾ അവിടുത്തെ ഫാമിലി ഹിസ്റ്ററി, അതായത് കുടുംബ ചരിത്രത്തെയും സാംസ്കാരിക പൈതൃകത്തെയും തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന പാരമ്പര്യങ്ങളെയും ഒക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവ കുടുംബത്തിൻ്റെ വ്യക്തിത്വത്തെയും പൂർവികരുമായുള്ള ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: എക്സാമിൻ ഹൗ ദ ഇമേജറി ഓഫ് ടെൻഡ്രിൽസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ നോ വൺ സ്പീക്സ് ഓഫ് ഹൗ ടെൻഡ്രിൽസ് ഫീഡ് ഓൺ ദ ഫ്രൂട്ട്സ് കോൺട്രിബ്യൂട്ട് ടു ദ തീംസ് ഓഫ് ഗ്രോത്ത്, ഡീക്കേ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നാലാമത്തെ ചോദ്യം എടുത്തിട്ടുള്ളത് നോ വൺ സ്പീക്സ് ഓഫ് ഹൗ ടെൻഡ്രിൽസ് ഫീഡ് ഓൺ ദ ഫ്രൂട്ട്സ് ബൈ സാൻഡ്രിയ ഫിലിപ്സ്, ആ ഒരു വർക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ കവിതയിൽ വള്ളിച്ചില്ലകൾ, ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞാൽ വള്ളികളാണ്, അതായത് ഈ മത്തം വള്ളിയൊക്കെ പോലെയുള്ള വള്ളികൾ ഇങ്ങനെ ചുറ്റിപ്പിടർന്ന് കിടക്കുമല്ലോ. അപ്പോൾ വള്ളിച്ചില്ലകളുടെയും പഴങ്ങളുടെയും ദൃശ്യാവിഷ്കാരം വളർച്ച,
ക്ഷയം, രൂപാന്തരം എന്നീ ആശയങ്ങൾക്ക് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. The tendrils symbolize growth and dependence, while the fruits represent maturity and decline. Together, they highlight the natural cycle of growth, decay and transformation. അപ്പോൾ വള്ളിച്ചില്ലകൾ വളർച്ചയെയും ആശ്രിതത്തെയും, അതായത് ഡിപ്പെൻഡൻസിനെയും ഒക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഫ്രൂട്ട്സ് പക്വതയെയും അതുപോലെ ക്ഷയത്തെയും സൂചിപ്പിക്കുന്നു. ക്ഷയം മീൻസ് ഡീക്കെ. ഇവ ഒരുമിച്ച് വളർച്ച, ക്ഷയം, രൂപാന്തരം എന്നിവയുടെ സ്വാഭാവിക ചക്രത്തെ വ്യക്തമാക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലിബർട്ടി ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മീൻസ് ആമുഖത്തിൽ ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വിവരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതെടുത്തിരിക്കുന്നത് പ്രിയാമ്പിൾ ആണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. Liberty ensures freedom of thought, expression, belief, faith and worship. It guarantees individual freedom and protects citizens' rights in democratic society. ഈ ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം, ചിന്ത, അഭിപ്രായ പ്രകടനം, വിശ്വാസം, മതവിശ്വാസം, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയും ജനാധിപത്യ സമൂഹത്തിൽ പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആറാമത്തെ ചോദ്യം. ഇൻ ദ പോം ഫ്രീഡം ഫ്രം ഫിയർ എക്സ്പ്ലെയിൻ ദ സിംബോളിസം ഓഫ് ദ ഫ്രേസ് ചെയിൻസ് ഓഫ് പോവർട്ടി. ഇത് ഫ്രീഡം, ടാഗോറിൻ്റെ ഫ്രീഡത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് ഫ്രീഡം ഫ്രം ഫിയർ എന്ന കവിതയിൽ ചെയിൻസ് ഓഫ് പോവർട്ടി എന്ന പ്രയോഗത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. The phrase symbolizes economic hardship and social oppression that restrict people's freedom and opportunities for a better life. അതായത് ദാരിദ്ര്യത്തിൻ്റെ ചങ്ങലകൾ, ചെയിൻസ് ഓഫ് പോവർട്ടി എന്നത് ആളുകളുടെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ മെച്ചപ്പെട്ട ജീവിത സാധ്യതകളെയും തടസ്സപ്പെടുത്തുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും സാമൂഹിക അടിച്ചമർത്തലിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം. വിച്ച് മെയിൻ ഗോൾ ഡിഡ് ദ ചിപ്കോ മൂവ്മെൻറ്റ് എയിം ടു അച്ചീവ്. ഇത് എൻവയറൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ ഒരുപാട് മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. The Chipko movement aimed to protect forests and prevent deforestation by stopping the indiscriminate cutting of trees. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വനനശീകരണം തടയുകയും മരങ്ങളുടെ അനിയന്ത്രിതമായ വെട്ടിമാറ്റൽ തടഞ്ഞ് വനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഡിസ്ക്രൈബ് ദ മെയിൻ തീം ഓഫ് യുവ ടോക്സ് എപ്പിസോഡ് 5 ഫ്യൂച്ചറിങ് ശിവകേര. ഇത് യുവ ടോക്സ് വിത്ത് ശിവകേര എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് ശിവകേര പങ്കെടുത്ത യുവ ടോക്സ് എപ്പിസോഡ് 5ൻ്റെ പ്രധാന പ്രമേയം, തീം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. The main theme is self-confidence, positive thinking, personal responsibility and the importance of developing a success-oriented attitude. അപ്പോൾ ഇതിൽ മെയിൻ പ്രമേയം എന്ന് പറയുന്നത് ആത്മവിശ്വാസം, പോസിറ്റീവായിട്ടുള്ള ചിന്ത, വ്യക്തിപരമായ ഉത്തരവാദിത്തം, അതുപോലെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാന തീമായിട്ട് വരുന്നത്. ഐഡൻറ്റിഫൈ ദ മാത്തമാറ്റീഷ്യൻ ഹു ഫസ്റ്റ് ഡിസ്മിസ്ഡ് ജോൺ നാഷ് ഐഡിയ. ഇത് ചോദിച്ചിരിക്കുന്നത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് ബൈ സിൽവിയ നാസർ, ആ ഒരു വർക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ജോൺ നാഷിൻ്റെ ആശയം ആദ്യം തള്ളിക്കളഞ്ഞ ഗണിതശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ജോൺ വോൺ ന്യൂമാൻ വാസ് എ മാത്തമാറ്റീഷ്യൻ ഹു ഇനീഷ്യലി ഡിസ്മിസ്ഡ് ജോൺ നാഷ് ഐഡിയ. ജോൺ വോൺ ന്യൂമാനാണ് ജോൺ നാഷിൻ്റെ ആശയം ആദ്യം തള്ളിക്കളഞ്ഞത്. എക്സ്പ്ലെയിൻ ദ റീസൺ ദ നരേറ്റർ ആസ്ക് ദ ചൈൽഡ് ടു സ്റ്റോപ്പ് യുവർ ഫീറ്റ് ഇൻ റൈറ്റസ്റ്റ് ഇൻഡിഗ്നേഷൻ ഇൻ വേക്കപ്പ് ചൈൽഡ്. ഇതെടുത്തിരിക്കുന്നത് വേക്കപ്പ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിനുള്ള ചോദ്യമാണ്. വേക്കപ്പ് ചൈൽഡ് എന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിൽ സ്റ്റോംപ് യുവർ ഫീറ്റ് ഇൻ റൈറ്റസ്റ്റ് ഇൻഡിഗ്നേഷൻ എന്ന് കുട്ടിയോട് പറയുന്നതിൻ്റെ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ നരേറ്റർ എൻകറേജസ് ദ ചൈൽഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് അൺഫെയർനെസ് ആൻഡ് ടു ഡെവലപ്പ് ദ കറേജ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട് ഈസ് റൈറ്റ്. അതായത്
അനീതിക്കും അസമത്വത്തിനെതിരെ പ്രതിഷേധിക്കാനും ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളാനുമാണ് ഇതിൽ കുട്ടിയോട് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ ബി ആണ്. എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. 6 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. സീലിംഗ് 24 ആണ്. 2 or 3 സെൻറ്റൻസ് എഴുതിയാൽ പോരെ, ഏകദേശം ഒരു 100 വേർഡ്സിനുള്ള ആൻസർ എഴുതണം. ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹൗ ഡസ് വൈ ഐ വാണ്ട് എ വൈഫ് സെർവ് ആസ് എ സാറ്ററിക്കൽ ക്രിട്ടിക് ഓഫ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്? ഇതെടുത്തിരിക്കുന്നത് വൈ ഐ വാണ്ട് എ വൈഫ് ബൈ ജൂഡി ബ്രാഡി എഴുതിയിട്ടുള്ള വർക്കിൽ നിന്നുള്ള ചോദ്യമാണ്. വൈ ഐ വാണ്ട് എ വൈഫ് എന്ന ഈ ഒരു ലേഖനം സാമൂഹിക പ്രതീക്ഷകളെ പരമായി എങ്ങനെയാണ് വിമർശിക്കുന്നത്? Judy Brady's essay uses satire to criticize traditional gender roles and the unequal expectations placed on women. The narrator lists the many duties expected of a wife, including childcare, housework, emotional support, and caring for the husband's needs. അപ്പോൾ ജൂഡി ബ്രാഡി എഴുതിയിട്ടുള്ള വൈ ഐ വാണ്ട് എ വൈഫ് എന്ന ലേഖനം സറ്റയർ ഉപയോഗിച്ച് പരമ്പരാഗത ലിംഗ സമത്വത്തെ, അതായത് സ്ത്രീകളിൽ സമൂഹം ചുമത്തുന്ന ഒരുപാട് പ്രതീക്ഷകളെക്കുറിച്ചിട്ട്, അതായത് സോഷ്യൽ എക്സ്പെക്റ്റേഷന്, അതായത് സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട്, അതായത് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി എങ്ങനെയായിരിക്കണം, എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതിനെ വിമർശിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ഒരു ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികളുടെ പരിപാലനം, വീട്ടുജോലികൾ, ഭർത്താവിനൊരു ഇമോഷണൽ സപ്പോർട്ട്, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റൽ തുടങ്ങിയ നിരവധി ഉത്തരവാദിത്തങ്ങൾ ഇതിൽ വിശദമായി അവതരിപ്പിക്കുന്നുണ്ട്. By presenting these expectations in a matter-of-fact manner, Brady exposes how society often treats women as servants rather than equal partners. The essay highlights the imbalance in domestic responsibilities and challenges the assumption that women should sacrifice their personal ambitions for others. അപ്പോൾ ഈ പ്രതീക്ഷകൾ വളരെ സ്വാഭാവികമാണെന്ന മട്ടിൽ ആണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സ്ത്രീകളെ തുല്യ പങ്കാളികളായി കാണാതെ സേവകരായി, അതായത് ഒരു സേവനം ചെയ്യുന്ന ആളായി മാത്രം ആണ് ഇവരെ സമൂഹം കാണുന്നത്. അപ്പോൾ അതിനെ തുറന്നു കാട്ടുകയാണ് ഈ ഒരു വർക്കിലൂടെ ചെയ്യുന്നത്. അതുപോലെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളുടെ അസന്തുലിതാവസ്ഥയെ ഈ ലേഖനം എടുത്തു കാട്ടുകയും സ്ത്രീകൾ സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്കായി ത്യജിക്കണമെന്ന ധാരണയെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, In what ways does the poet use imagery in April Beneath the Center Thorn to highlight the difference between the past and present state of the landscape? ഇത് ഇൻ ഏപ്രിൽ ബിനീത്ത് ദ സെൻറ്റർ തോൺ വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ഒരു കവിതയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇൻ ഏപ്രിൽ ബിനീത്ത് ദ സെൻറ്റർ തോൺ എന്ന കവിതയിൽ അതായത് ലാൻഡ്സ്കേപ്പിൻ്റെ പഴയതും ഇന്നത്തേതുമായിട്ടുള്ള അവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ കവി ഇമേജറി എങ്ങനെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. The poet contrasts vivid memories of a flourishing landscape with images of environmental degradation. Earlier scenes are filled with greenery, fragrance, birds, and natural beauty, while the present landscape appears damaged and depleted. അപ്പോൾ ലാൻഡ്സ്കേപ്പിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. സമൃദ്ധവും മനോഹരവുമായിട്ടുള്ള പഴയ പ്രകൃതി ദൃശ്യങ്ങളുടെ ഓർമ്മകളെ പരിസ്ഥിതി നാശത്തിൻ്റെ ഇന്നത്തെ ചിത്രങ്ങളുമായിട്ട് പോയിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. പഴയകാല ദൃശ്യങ്ങളിൽ പച്ചപ്പ്, സുഗന്ധം, പക്ഷികൾ, പ്രകൃതിയുടെ സൗന്ദര്യം എന്നിവയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. These contrasting images evoke nostalgia and sadness, emphasizing the effects of human activity and environmental change. The imagery encourages readers to appreciate and protect nature. പക്ഷേ ഇപ്പോൾ ഈ ഒരു എൻവയറമെൻ്റൽ ഡിഗ്രഡേഷൻ, പരിസ്ഥിതി നാശത്തിൽ ആ ഒരു ഗ്രീനറി ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിരുദ്ധ ദൃശ്യങ്ങൾ റീഡേഴ്സിൻ്റെ അടുത്ത് ഒരു ഗൃഹാതുരത്വവും അതേസമയം തന്നെ ദുഃഖവും ഉണർത്തുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും പരിസ്ഥിതി മാറ്റങ്ങളും പ്രകൃതിയെ എങ്ങനെ ബാധിച്ചുവെന്ന് പോയിട്ട് ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഈ ദൃശ്യാവിഷ്കാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, Trace Urvashi Bahuguna's efforts to make her family understand her mental illness and the transformation in their attitude over time.
ഇതെടുത്തിരിക്കുന്നത് നോ സ്ട്രൈറ്റിംഗ് വാസ് എവർ മെയ്ഡ് ഓൺ ഫാമിലി ബൈ ഉർവശി ബഹുഗുണ. അതായത് തൻ്റെ മാനസിക രോഗാവസ്ഥ കുടുംബത്തെ മനസ്സിലാക്കിക്കാൻ ഉർവശി ബഹുഗുണ നടത്തിയ ശ്രമങ്ങളും കാലക്രമേണ അവരുടെ സമീപനത്തിലുണ്ടായ മാറ്റവും വിശദീകരിക്കാനാണ് ചോദ്യം. Urvashi Bahuguna openly discussed her struggles with mental illness and tried to educate her family about depression and anxiety. Initially, her family misunderstood her condition and viewed it as a personal weakness. Through honest conversations, treatment, and greater awareness, they gradually learned to understand her experiences. Over time, their attitude changed from skepticism to empathy, support, and acceptance, helping her recovery. അപ്പോൾ ഉർവശി ബഹുഗുണ തൻ്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയും ഡിപ്രഷൻ, വിഷാദരോഗം, ആങ്സൈറ്റി, ഉത്കണ്ഠ തുടങ്ങിയ അവസ്ഥകളെക്കുറിച്ച് കുടുംബത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. തുടക്കത്തിൽ കുടുംബാംഗങ്ങൾ അവളുടെ അവസ്ഥയെ ശരിയായി മനസ്സിലാക്കിയിരുന്നില്ല. അവർ അതിനെ വ്യക്തിപരമായ ഒരു ബലഹീനതയായി, ഒരു വീക്ക്നെസ്സായിട്ട് ആണ് അതിനെ കരുതിയിരുന്നത്. എന്നാൽ സത്യസന്ധമായ സംഭാഷണങ്ങളിലൂടെയും ചികിത്സയിലൂടെയും കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ഒരു അവയർനെസ് കുടുംബത്തിന് ലഭിച്ചതോടെ കുടുംബം ക്രമേണ അവളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. കാലക്രമേണ അവരുടെ സമീപനം സംശയത്തിൽ നിന്ന് ഒരു സഹാനുഭൂതിയിലേക്കും പിന്തുണയിലേക്കും അംഗീകാരത്തിലേക്കൊക്കെ മാറി. ഈ മാറ്റം ഉർവശിയുടെ രോഗമുക്തിക്ക് വലിയ സഹായമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, സമ്മറൈസ് ദ കീ ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കൃതിയുടെ പ്രധാന സവിശേഷതകളും പ്രാധാന്യവും സമ്മറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ചുരുക്കത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സംവിധാൻ ഇസ് എ ടെലിവിഷൻ സീരീസ് ദാറ്റ് ഡ്രാമറ്റൈസസ് ദ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇറ്റ് ഹൈലൈറ്റ്സ് എ contributions of leaders such as Dr. B.R. Ambedkar and explains how the constitution was framed. The series emphasizes democratic values, equality, justice, secularism, and fundamental rights. Its significance lies in making constitutional history accessible and helping citizens understand the principles underlying Indian democracy. സംവിധാൻ ഇന്ത്യൻ ഭരണഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സഭയിലെ ചർച്ചകളും സംവാദങ്ങളും നാടകീയമായി അവതരിപ്പിക്കുന്ന ഒരു ടെലിവിഷൻ പരമ്പരയാണ്. ഡോക്ടർ B.R. അംബേദ്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സംഭാവനകളെ ഇതെടുത്ത് കാണിക്കുകയും ഭരണഘടന എങ്ങനെ രൂപം കൊണ്ടുവന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ജനാധിപത്യം, സമത്വം, നീതി, മതനിരപേക്ഷത, മൗലികാവകാശങ്ങൾ തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾക്ക് പരമ്പര പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ഭരണഘടനയുടെ ചരിത്രം സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചിട്ട് ബോധവൽക്കരണം നടത്തുന്നതുമാണ് ഇതിൻ്റെ പ്രധാന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അടുത്തത്, കമ്പയർ ജോൺ നാഷ് അപ്രോച്ച് ടു ഗെയിം തിയറി വിത്ത് ദാറ്റ് ഓഫ് ജോൺ വോൺ ന്യൂമാൻ, ഹൈലൈറ്റിംഗ് ദ കീ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദയർ തിയറീസ്. ജോൺ നാഷിൻ്റെ ഗെയിം തിയറി സമീപനവും ജോൺ വോൺ ന്യൂമാൻ്റെ സമീപനവും താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അവരുടെ സിദ്ധാന്തങ്ങളിലെ പ്രധാന വ്യത്യാസം എന്തൊക്കെയാണെന്ന് എടുത്തു കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് ബൈ സിൽവിയ നാസർ ആ ഒരു വർക്കിൽ നിന്നുള്ള ചോദ്യമാണ്. John von Neumann focused mainly on zero-sum games, where one player's gain is another player's loss. John Nash expanded game theory by introducing the concept of Nash equilibrium, which applies to non-zero-sum games. Nash showed that players can reach stable outcomes where no participant benefits from changing strategy alone. Thus, Nash broadened game theory beyond pure competition to include cooperation and mutual decision-making. ജോൺ വോൺ ന്യൂമാൻ പ്രധാനമായിട്ടും സീറോ സം ഗെയിംസ് എന്ന ആശയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിൽ ഒരാളും നേട്ടം മറ്റൊരാളുടെ നഷ്ടമായിരിക്കും എന്നാണ്, ഒരാളുടെ നേട്ടത്തിൽ മറ്റൊരാളുടെ നഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ജോൺ നാഷ് ഗെയിം തിയറിയെ കൂടുതൽ വികസിപ്പിച്ച് നാഷ് ഇക്വിലിബ്രിയം എന്ന ആശയം അവതരിപ്പിച്ചു. ഇത് നോൺ സീറോ സം ഗെയിംസിനും ബാധകമാണ്. ഓരോ കളിക്കാരനും മറ്റുള്ളവരുടെ തന്ത്രങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ സ്വന്തം തന്ത്രം മാത്രം മാറ്റി അധിക നേട്ടം നേടാൻ കഴിയാത്ത സ്ഥിരതയുള്ള അവസ്ഥയാണ് നാഷ് സമതുലിതാവസ്ഥ എന്ന് പറയുന്നത്.
ഇങ്ങനെ നാഷ് ഗെയിം തിയറിയെ വെറും മത്സരത്തിൽ നിന്ന് സഹകരണവും പരസ്പര തീരുമാനമെടുക്കലും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് വികസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത സെക്ഷൻ സി ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. 100 വേർഡ്സിന് എഴുതാനുള്ള 2 ചോദ്യങ്ങളാണ്. 100 അല്ല, 250 വേർഡ്സിന് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 10 മാർക്കാണ് കിട്ടുന്നത്. ഒരു എസ്സേ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കീപ്പ് ചെയ്യുക. ജസ്റ്റ് ഒരു ഇൻട്രോ, ദെൻ മിനിമം 3 ബോഡി പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ചോദ്യം ഇതാണ്: അസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നെഹ്റൂസ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഇൻസ്പയറിംഗ് ഇന്ത്യസ് പാത്ത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പാതയെ പ്രചോദിപ്പിക്കുന്നതിൽ നെഹ്റുവിൻ്റെ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗത്തിൻ്റെ പ്രാധാന്യം വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. Jawaharlal Nehru delivered a tryst with destiny on the eve of India's independence on 14th August 1947. The speech marked the end of colonial rule and the beginning of a new era of the nation. ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 14th ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തലേന്ന് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തി. ഈ പ്രസംഗം കോളനി വാഴ്ചയുടെ അവസാനത്തെയും രാജ്യത്തിൻ്റെ പുതിയ യുഗത്തിൻ്റെ തുടക്കത്തെയുമാണ് അടയാളപ്പെടുത്തി. Nehru described independence as a historic moment and reminded citizens that freedom brought responsibilities. He called upon Indians to dedicate themselves to the service of the nation and to work for the welfare of all people. He emphasized ending poverty, ignorance, disease and inequality. അപ്പോൾ ഈ നെഹ്റു ഇതിൽ വിവരിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം ഒരു ചരിത്ര നിമിഷമാണെന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ജനങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യസേവനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ഇന്ത്യക്കാരെ ആഹ്വാനം ചെയ്തു. ദാരിദ്ര്യം, അജ്ഞത, രോഗം, അസമത്വം എന്നിവ ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. The speech promoted national unity at a time when India was facing the challenges of partition and communal tensions. Nehru encouraged citizens to rise above divisions of religion, caste and region and work together for nation building. ഇന്ത്യ വിഭജനത്തിൻ്റെയും വർഗീയ സംഘർഷങ്ങളുടെയും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പ്രസംഗം ദേശീയ ഐക്യത്തെ പ്രോത്സാഹിപ്പിച്ചത്. മതം, ജാതി, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഭിന്നതകൾ മറികടന്ന് രാഷ്ട്ര നിർമ്മാണത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നെഹ്റു ജനങ്ങളെ പ്രേരിപ്പിച്ചു. Another important aspect of the speech was its commitment to democratic ideals, social justice and human dignity. Nehru envisions an India where all citizens would enjoy equal opportunities and freedom. ജനാധിപത്യ മൂല്യങ്ങൾ, സാമൂഹിക നീതി, മനുഷ്യ അന്തസ്സ് എന്നിവയോടുള്ള പ്രതിബദ്ധതയും ഈ പ്രസംഗത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യ അവസരങ്ങളും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു ഇന്ത്യയെ നെഹ്റു സ്വപ്നം കണ്ടു. The speech inspired hope and confidence among millions of Indians. Its message of responsibility, unity and progress continues to guide India's democratic and developmental journey. Therefore, a tryst with destiny remains one of the most significant speeches in Indian history. അപ്പോൾ ഈ ഒരു പ്രസംഗം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഹോപ്പ്, പ്രതീക്ഷയും ആത്മവിശ്വാസവും പകർന്നു നൽകി. ഉത്തരവാദിത്തം, ഐക്യം, പുരോഗതി എന്നിവയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ സന്ദേശം ഇന്നും ഇന്ത്യയുടെ ജനാധിപത്യപരവും വികസനവും ആയിട്ടുള്ള യാത്രക്ക് മാർഗദർശനമായിട്ട് തുടരുന്നുണ്ട്. അതിനാൽ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അടുത്ത ചോദ്യം എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. Describe the understanding the chimp gains after the struggle in the poem The Owl and the Chimpanzee by ജോ കമാച്ചോ. അപ്പോൾ ജോ കമാച്ചോയുടെ ദ ഔൾ ആൻഡ് ചിമ്പാൻസി എന്ന കവിതയിൽ സംഘർഷത്തിന് ശേഷം ചിമ്പാൻസി നേടിയ തിരിച്ചറിവ് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. In The Owl and the chimpanzee initially believes that physical strength and quick action are more important than wisdom. During his encounter with the owl, he behaves arrogantly and fails to appreciate the value of knowledge and patience. അപ്പോൾ The Owl and the ചിമ്പാൻസി ആദ്യം ശാരീരിക ശക്തിയും വേഗത്തിലുള്ള പ്രവർത്തനവുമാണ് നോളജിനേക്കാൾ പ്രധാനമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഔൾ മൂങ്ങയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ അവൻ അഹങ്കാരത്തോടെയും അതുപോലെ അവൻ അഹങ്കാരത്തോടെ പെരുമാറുകയും ജ്ഞാനത്തിൻ്റെയും ക്ഷമയുടെയും മൂല്യം തിരിച്ചറിയാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
As the struggle progresses, the chimp realizes that strength alone cannot solve every problem. The owl, who represents wisdom, patience, and thoughtful understanding, helps him recognize the importance of intelligence and reflection. The chimp learns that acting impulsively can lead to mistakes, while wisdom helps in making better decisions. അതുപോലെ സംഘർഷം പുരോഗമിക്കുമ്പോൾ ശക്തി അതായത് സ്ട്രെങ്ത് മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ലെന്ന് ചിമ്പാൻസി പിന്നീട് മനസ്സിലാക്കുന്നു. അതായത് നോളജ്, അതുപോലെ ക്ഷമ, ആഴത്തിലുള്ള ചിന്ത, ഇതിനൊക്കെ പ്രതിനിധീകരിക്കുന്ന മൂങ്ങ അവനെ ബുദ്ധിയുടെയും ആത്മപരിശോധനയുടെയും പ്രാധാന്യം തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതുപോലെ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് തെറ്റുകൾക്ക് കാരണമാകണമെന്നും നോളജ് ശരിയായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നും അവൻ പഠിക്കുന്നുണ്ട്. By the end of the poem, the chimp gains maturity, humility, and self-awareness. He understands that true success comes not from physical power alone, but from knowledge, understanding, and respect for others. The poem conveys the message that wisdom is more valuable than pride and brute strength. അപ്പോൾ ഈ കവിതയുടെ അവസാനം ചിമ്പാൻസി പക്വതയും വിനയവും ആത്മബോധവും നേടുന്നുണ്ട്. യഥാർത്ഥ വിജയം ശാരീരിക ശക്തിയിൽ മാത്രമല്ല, അറിവിലും മനസ്സിലാക്കലിലും മറ്റുള്ളവരോടുള്ള ബഹുമാനത്തിലുമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അഹങ്കാരത്തെക്കാളും ബലത്തെക്കാളും നോളജിന്, അതുപോലെ വിവേകത്തിനൊക്കെയാണ് കൂടുതൽ മൂല്യം എന്നുള്ള സന്ദേശം